സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് വസ്ത്രനിർമ്മാണ ഫാക്ടറിയിലെ തൊഴിലാളികൾ സമരത്തിലേക്ക്. വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിലെ ന്യൂജൻ അപ്പാരൽ എന്ന വസ്ത്രനിർമ്മാണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. 1 മാസം മുൻപ് തൊഴിലാളികളുടെ പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും മധ്യസ്ഥ ചർച്ചയിൽ കുടിശ്ശികയായിട്ടുള്ള ശമ്പളം 1 മാസത്തിനകം നൽകുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നത്. 400-ലധികം സ്ത്രീ തൊഴിലാളികളാണ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നത്. ശമ്പളം മാസങ്ങളായി ലഭിക്കാതെ വന്നതോടെ 1 മാസം മുൻപാണ് തൊഴിലാളികൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഒരാഴ്ചയോളം തൊഴിൽ ബഹിഷ്കരണമടക്കമുള്ള പ്രതിഷേധ സമരം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. മാനേജ്മെന്റ് പല ഒഴിവുകഴിവ് പറഞ്ഞപ്പോഴും ഇത്രയും കാലം കൂടെ നിന്നുവെന്നും ഈ രീതിയിൽ ഇനിയും മുന്നോട്ടു പോകാനാവില്ല എന്നുമാണ് തൊഴിലാളികൾ പറഞ്ഞിരുന്നത്. തൊഴിലാളികൾ പ്രതിഷേധിച്ച് പണിമുടക്ക് നടത്തിയതോടെ പുറത്തുനിന്ന് തൊഴിലാളികളെ എത്തിച്ച് ജോലി ചെയ്യിപ്പിക്കുകയും അവർക്ക് കൃത്യമായി ആഴ്ചയിൽ വേതനം നൽകുകയും ചെയ്തിരുന്നു. ശമ്പളം ലഭിക്കാതായതോടെ നിരവധി പേരാണ് ജോലി അവസാനിപ്പിച്ചു പോയത്. മാനേജർ, ഡ്രൈവർ തസ്തികയിൽ ഉണ്ടായിരുന്നവരടക്കം മാസങ്ങൾ ശമ്പളം ലഭിക്കാതെ ജോലി അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. ശമ്പളം ലഭിക്കാത്ത ചില ബസ് ജീവനക്കാർ സ്ഥാപനത്തിന്റെ ബസ് പിടിച്ചിട്ട സംഭവമുണ്ടായി. അതേസമയം സ്ഥാപനത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാലാണ് മാസങ്ങളായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നതെന്നും അടുത്ത ദിവസം തന്നെ പരിഹാരം കാണാൻ ശ്രമം നടത്തുമെന്നും അന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ നവംബർ 25-നകം കുടിശ്ശികയായ ശമ്പളം പൂർണ്ണമായും നൽകാമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയിരുന്നു. ഈ ദിവസവും അവസാനിച്ചതോടെയാണ് തൊഴിലാളികൾ പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഫോൺ വിളിച്ചിട്ട് പോലും മാനേജ്മെന്റ് പ്രതിനിധികൾ എടുക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ഞങ്ങളോട് അവര് ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു, നവംബർ 25-ാം തീയതിയാണ് പറഞ്ഞത്. അവര് അതിന് ഞങ്ങൾക്ക് തയ്യാറാകുന്നില്ല. ഫോണ് വിളിച്ചാൽ എടുക്കുകയും ചെയ്യുന്നില്ല. 5 മാസത്തോളം പൈസ കിട്ടാനും ഉണ്ട്. കുറച്ച് പേർക്ക് സാലറി കൊടുത്ത് കുറച്ച് പേര് അവർ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഇനി ഇതിന് കുറേ പേര് വരാണ്ട് ഓരോരോ ബുദ്ധിമുട്ട് കൊണ്ട് അവർ അന്നാന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടണം. ഞങ്ങൾ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയേ മതിയാവും. പണിമുടക്കിയ ജീവനക്കാരോട് ജോലിക്ക് വന്നാലേ കുടിശ്ശിക നൽകൂവെന്ന് സ്ഥാപനമുടമ പറഞ്ഞതോടെ ചിലർ വീണ്ടും ജോലിക്ക് പോയിരുന്നു. എന്നിട്ടും ശമ്പളം ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഇതേപോലെ സമരം വെച്ചിട്ട് അന്ന് ഞങ്ങളോട് നവംബർ 25-ാം തീയതി സാലറി തന്ന് തീർക്കുമെന്നും പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അവരൊരു പ്ലാൻ ഇട്ടു, പിന്നെ വർക്കിന് വന്നവർക്ക് സാലറി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്കിന് വരാൻ തയ്യാറായി. വർക്കിന് വന്നപ്പോൾ അവർ വണ്ടി വിട്ടു തരാതെ ഞങ്ങളോട് ഓട്ടോ ഏൽപ്പിച്ച് കണ്ട് പോരാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റൂല, സാലറി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോക്ക് പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ ശേഷം ഒരു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്, നിങ്ങൾ വരാതൊക്കെയാണ് നല്ലത് പറഞ്ഞ് കുറേ വോയിസുകൾ വിട്ടു. ഞാൻ അവർക്ക് വോയിസ് വിടുമ്പോൾ അവർ മറുപടി വിടുന്ന അവരെ കഷ്ടപ്പാടും കാര്യങ്ങളുമായിട്ട് അവരെ വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് മറുപടി വിട്ടുകൊണ്ട് ഞങ്ങളെ നിലക്ക് നിർത്താനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സാലറി കിട്ടുന്ന വേണം. അത് കിട്ടാൻ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ആളല്ല, ഇതിലും ആളുകൾ ഇനി വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ വേണമെങ്കിലും കേസ് കൊണ്ടാണെങ്കിലും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. തൊഴിലാളി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ വണ്ടൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ ഭാവി സമര പരിപാടികൾ ചർച്ച ചെയ്തു. വിവിധ ഭാഗങ്ങളിലെ തൊഴിലാളികളാണെന്നും ഇവർ സംഘടിത ശക്തി അല്ലാത്തതിനാൽ CPM തൊഴിലാളികളുടെ കൂടെ നിന്ന് സമരം ഏറ്റെടുക്കുകയാണെന്നും CPM ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ പ്രസിഡന്റുമായ KT മുഹമ്മദ് അലി പറഞ്ഞു. ഒരു സമരം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സംഘടിത ശക്തി അവിടെ നിലവിൽ ഇല്ല. എന്നാലും ഒരു ജീവിത മാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് കൂലി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ക്രൂരമായൊരു നിലപാടാണ് മുതലാളി എടുക്കുന്നത്. അവർ പറയുന്നത് അവരെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കിട്ടിയാൽ ഉടനെ അവർ പൈസ തീർക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ ഒരു ജാട എന്നതിലുപരിയായിട്ട് മറ്റൊന്നുമല്ല. ഇത്രയും വലിയൊരു സ്ഥാപനം നിലനിർത്താൻ ഇതിൻ്റെ ഉപകരണങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കാനും കഴിവില്ല ആളുകൾക്ക് തുച്ഛമായ വരെ കൂലി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് കൊടുക്കണം എന്നുള്ളതാണ് തൊഴിലാളികളുടെ ആവശ്യം. അവർ എന്ത് വേണമെന്നറിയാതെ നിരാലംബമായൊരു സാഹചര്യം അവർക്കുണ്ട്. കാരണം പല പ്രദേശത്തു നിന്നും വന്ന ആളുകളായതുകൊണ്ട് അവരുടെ ഒരു ഐക്യപ്പെട്ടൊരു സാഹചര്യം ഇവിടെ നിലവിലില്ല. ഈ നാട്ടുകാരല്ല. അപ്പോൾ ഇവരെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഒരു ഉത്തരവാദിത്വം ബാധ്യതയുമാണ് എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇവരുടെ കാര്യം ഏറ്റെടുക്കുന്നത്. അത്
അവർക്ക് അവരെ വേതനം കിട്ടുന്നത് വരെ ഞങ്ങൾ അവരെ ഒപ്പം നിൽക്കുമെന്നുള്ളതാണ് അറിയിക്കുക. ആദ്യഘട്ടമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് ഭാവി സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും CPM നേതൃത്വം പറഞ്ഞു. CPM വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി TP ഇബ്രാഹിം, പാലമഠം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മോയിക്കൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.